ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദി അക്കേഷൻ വ്ളോഗ്. നമുക്കിന്നൊരു തമിഴ്നാട്ടിൽ ഫേമസ് ആയ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചെയ്ത് നോക്കിയാലോ? അതെ, കത്രിക്ക കുഴമ്പ് എന്ന് വെച്ചാൽ വഴുതനങ്ങക്കറി. വഴുതനങ്ങയില്ലേ, ചെറുതാണെങ്കിൽ അങ്ങനെ തന്നെ എണ്ണയിലിട്ട് പൊരിച്ചു. ഇത് എൻ്റെ വലുതായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ഒന്ന് എണ്ണയിലിട്ട് പൊരിച്ചെടുത്തു. പിന്നെ ഈ കറിക്ക് ആവശ്യമായ സവാള, തക്കാളി, പച്ചമുളക്, പിന്നെ കറിവേപ്പില. അപ്പോൾ നമുക്ക് ഈ കത്രിക്ക കുഴമ്പ് ഉണ്ടാക്കി നോക്കാം അല്ലേ? അപ്പോൾ എല്ലാവരും വാ. ആദ്യം ചീനച്ചട്ടി ചൂടാക്കാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ ഉലുവയും ഉഴുന്നും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഞങ്ങൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാളയും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഫോൺ വന്നു. നമ്മളിവിടെ ഇന്ന് കത്രിക്ക കുഴമ്പ് ഉണ്ടാക്കാനായിട്ടൊരു പ്ലാൻ ഉണ്ട്, നിനക്ക് വേണമെങ്കിൽ കഴിച്ചിട്ടും പിന്നെ നിനക്ക് വീഡിയോ എടുക്കാമല്ലോ എന്ന് പറഞ്ഞ് അമ്മ ഫോൺ ചെയ്തിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് നല്ല ഐഡിയ ആണല്ലോ, അപ്പോൾ പോയി വരാമല്ലേ എന്ന്. ദേ സവാളയൊക്കെ ബ്രൗണിഷ് കളറായി വരുമ്പോൾ തന്നെ അതിലോട്ട് തക്കാളി ഇടണേ. തക്കാളിയും സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വന്നം എന്നുവെച്ചാൽ ഉടയണം, അതുവരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. പിന്നെ നമുക്കിനി പൊടികൾ ചേർക്കാമല്ലേ. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കായം പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് പച്ചമണം മാറണ വരെ ഇളക്കി കൊടുക്കുക. മല്ലിപ്പൊടി കുറച്ച് കൂടുതലിട്ടോ കേട്ടോ. ഈ കത്രിക്ക കുഴമ്പിന് മല്ലിപ്പൊടിയുടെ ഫ്ലേവറാ മുമ്പോട്ട് നിൽക്കണ്ടേ, അതുകൊണ്ട് മല്ലിപ്പൊടി കുറച്ച് കൂടുതലിട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഫോൺ വന്ന് അപ്പം തന്നെ പോവാമോ എന്ന്. അതെ, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വീടും. 1 മിനിറ്റ് നടന്നാൽ മതി, അപ്പം തന്നെ എൻ്റെ വീടും എത്തി. അത് നല്ലതല്ലേ. അപ്പോൾ പച്ചമണം മാറി വരുമ്പോഴേ നേരത്തെ പൊരിച്ചു വെച്ച കത്രിക്ക ഇല്ലേ, അത് ഇതിലോട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ മസാലയ്ക്ക് അതിലോട്ടൊന്ന് പിടിക്കാനായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട്, പിന്നില്ലേ ഒരു കാര്യം പറയാൻ മറന്നു, പുളിയില്ലേ അത് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കണേ നേരത്തെ. അപ്പോൾ പുളിവെള്ളം കൂടി ചേർത്ത് കുറച്ചിട്ടാൽ മതി. പുളിവെള്ളം കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ഒരു ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കാം. പിന്നില്ലേ ചോറിൻ്റെ ഒപ്പം ഈ കറി തന്നെ മതി കേട്ടോ, വേറെ ഒന്നും വേണ്ടേ. ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് പുറകോട്ടാണ്, അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി ഇട്ടിട്ട് മുമ്പോട്ടാക്കാമെന്ന്. ദേ ഉപ്പും കൂടി ഇട്ട്, നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ചെയ്താൽ മതി. ദേ ഇതാണ് ചേട്ടത്തിയുടെ അമ്മ, ചേട്ടത്തി അമ്മയുടെ റെസിപ്പിയാണ്, അടിപൊളിയാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. ഇനി അതിലോട്ട് കുറച്ച് എണ്ണയും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിക്കാൻ വെച്ചു. ഇത്രയേ ഉള്ളൂ, കത്രിക്ക കുഴമ്പ് റെഡിയായി കഴിഞ്ഞു. ഈ എണ്ണയ്ക്കില്ലേ ഓഫ് ചെയ്യുമ്പോൾ ആ മുകളിലോട്ട് ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ടാവും, നോക്കി കാണാൻ തന്നെ എന്ത് ചെയ്യില്ല. അപ്പോൾ ടേസ്റ്റിൻ്റെ കാര്യത്തിലാണ് അടിപൊളിയാണേ. നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായവും പറയണം കമൻറ്റിലൂടെ. നിങ്ങൾ ട്രൈയും ചെയ്യണം കേട്ടോ. എനിക്ക് പിന്നെ വിശന്ന് ഞാൻ കഴിക്കാനായിട്ട്